ഹലോ ഹാഡിയേഴ്സ് അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് രാവിലെ എഴുന്നേറ്റത് തന്നെ തീരെ വയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിറ്റൗട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ കുഷ്യൻസൊക്കെ ആകെ താറുമാറായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി. പിന്നെ നമ്മളെ തെങ്ങിൻ്റെ എല്ലാ തൈകളും, തെങ്ങിൻ്റെ തൈകളല്ല, അതിൻ്റെ എല്ലാ ഇലകളും ഉണങ്ങിപ്പോയി. അപ്പോൾ ഉമ്മച്ചി 2 ദിവസം വീട്ടിലേക്ക് വന്നിരുന്നപ്പോൾ പറഞ്ഞിരുന്നു, ഇനി അത് പറിച്ചിട്ടേക്ക്, ഉമ്മറത്ത് തന്നെ ഇങ്ങനെ ഉണങ്ങിയ തെങ്ങ് വെക്കുന്നത് ഒരു സുഖമില്ലാത്തൊരു കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ ഞാനത് പറിച്ച് കളയാണ് കേട്ടോ. അതിൻ്റെ വേരൊക്കെ നശിച്ചു പോയിക്കണ്. ഒരെണ്ണത്തിൻ്റെ മാത്രം വേര് നശിച്ചിട്ടില്ല, കാരണം അത് പറിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പം ഇനി അതിൻ്റെ വേര് നശിക്കുമ്പോൾ എടുക്കാം. ഇനി എന്താണെങ്കിലും ഒരു പുതിയ തെങ്ങ് അതിൻ്റെ ഉള്ളിൽ നടണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തൈ നടാമെന്ന് വിചാരിക്കണം കേട്ടോ. നമ്മൾ ഈ ജീവനുള്ള ഈ തൈകളൊക്കെ നമ്മൾ സംരക്ഷിക്കാനും നമുക്ക് കുറച്ച് പാടാണ്. നമുക്ക് വേറെയും കുറേ ജോലിയുള്ള കാരണം കൊണ്ട്, പിന്നെ എനിക്ക് ചെടിനോട് അത്രയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം കൊണ്ടും എനിക്കത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇടയ്ക്കൊരു ഇഷ്ടം വരുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കും കേട്ടോ. നമ്മുടെ സായിക്കുട്ടിനെ ഇപ്പോൾ നന്നായിട്ട് പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർ കൈവിട്ട് പോകും. സായിക്കുട്ടിയുടെ മീനുകളൊക്കെ നല്ലവണ്ണം വെള്ളത്തിൽ തത്തിക്കളിച്ച് നടക്കുന്നുണ്ട്. നമ്മൾ ഇന്നുമോളാണ് ഇന്ന് കിച്ചൺ മാനേജ് ചെയ്യുന്നത് കേട്ടോ. സംഗതി ഇന്നുമോൾക്കും പീരീഡ്സ് ആണ്, പക്ഷേ അവളുടെ പീരീഡ്സ് 5ാമത്തെ ദിവസമാണ്. എനിക്കിന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ പീരീഡ്സ് ആകുമ്പോൾ ഞാൻ ഇന്നുമോൾക്കും ഇന്നുമോൾ എനിക്കും കൺസിഡറേഷൻ തരാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഇന്നുമോൾ കിച്ചൺ ഡ്യൂട്ടി മൊത്തത്തിൽ ഏറ്റെടുക്കും. ഞാനിവിടെ ഉമ്മർത്തിരുന്നിട്ട് നല്ല ഉണ്ണിയപ്പം ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കഴിച്ചിരിക്കട്ടെ കേട്ടോ. പീരീഡ്സ് ആവാനായില്ലേ, ഇതാ ഇപ്പോഴും എനിക്ക് കണ്ടോ ഈ മുഖത്ത് ഈ കുരുക്കൾ വരുന്ന പരിപാടി ഇപ്പോഴും ഉണ്ട്. ചിലപ്പോൾ ചില മാസങ്ങളിൽ പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും ആകെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഈ മാസം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള മാസമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇതാ ഈ മുഖത്തുള്ള കുരുക്കളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. എന്തായാലും ടെൻഷനൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ടെൻഷൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എനിക്കിഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തി തരാറ്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതാണ് നമ്മുടെ എവർടീൻ പീരീഡ് കെയർ ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റീസ് കേട്ടോ. ഇത് ഞാനൊരു കോംബോ പാക്ക് ആക്കിയിട്ട് വാങ്ങിച്ചതാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു 2 പാക്കറ്റിൻ്റെ അകത്ത് 10 പാഡ്സ് ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ 20 പാഡാണ് നമുക്ക് ഇത് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്. ഇതിൻ്റെ പാക്ക് ഓഫ് 2ന് 445 രൂപയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഏത് മെൻസ്ട്രൽ പീരീഡ് കെയർ പാൻറ്റീസും ഇങ്ങനെ ഓൺലൈനിൽ ചെക്ക് ചെയ്തൊക്കെ ഇത്ര വിലക്കുറവിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വാങ്ങിക്കാൻ കിട്ടില്ല. ഈ ഒരു സംഭവം ഇതിന് ഇത്ര വിലക്കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിക്ക് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ പലപ്പോഴും പല പ്രൊഡക്ട്സിൻ്റെയും പരസ്യം പറയാറുണ്ട്, പക്ഷേ ചില പ്രൊഡക്ട്സൊക്കെ നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അതിൽപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് എവർടീൻ്റെ പീരീഡ് കെയർ ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റീസ്. ഇത് നമുക്ക് മീഡിയം ടു ലാർജ്, ലാർജ് ടു എക്സൽ എന്നീ 2 സൈസുകളിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിലൊരു പാക്കറ്റിൽ തന്നെ 10 പാൻറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തരം പീരീഡ് കെയർ പാൻറ്റീസിനെ കാട്ടിക്കും ഏറ്റവും ഗുണമേന്മയുള്ളതും വിലക്കുറവും നമ്മുടെ എവർടീൻ്റെ പീരീഡ് കെയർ ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റീസിന് തന്നെയാണ്. പാൻറ്റീസ് നല്ല കോട്ടണി സോഫ്റ്റും XX അബ്സോർപ്ഷനും ഹെവി ഫ്ലോ ഉള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ ഇത് നീം ആൻഡ് സാഫ്രോൺ കൊണ്ട് ഉണ്ടാക്കിയ കാരണം കൊണ്ട് തന്നെ ഇതിനൊരു ബാഡ് ഓർഡേഴ്സും ഉണ്ടാവില്ല. ഇത് നമുക്ക് 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ തരും കേട്ടോ, അതും ഫുൾ ബാക്ക് കവറേജോട് കൂടി. ഇതിൻ്റെ ഈ നീല വര കാണുന്ന ഭാഗമാണ് നമ്മൾ ഫ്രണ്ട് ഭാഗത്തൊക്കെ യൂസ് ആക്കേണ്ടത് കേട്ടോ. പിന്നെ ഇത് അത്യാവശ്യം നല്ല തടിയുള്ള ആൾക്കാർക്ക് യൂസ് ആക്കാം കേട്ടോ. നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടന്നോളും. ഇതിൻ്റെ കോട്ടൺ സോഫ്റ്റ് ഇലാസ്റ്റിക് ആയ കാരണം കൊണ്ട് നമുക്കൊരു ഇച്ചിങ്ങോ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി വെക്കും കേട്ടോ. കാരണം നമ്മൾ ലേഡീസിന് എന്താണെങ്കിലും മാസം ഒരു പീരീഡ്സ് ആവും. അപ്പോൾ ഇതെന്തായാലും ആവശ്യമുള്ള സാധനമാണ്. നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്കിത് കയ്യിൽ കിട്ടുകയും ചെയ്യും. നല്ല ഞാനിത് സത്യസന്ധമായിട്ട് പറയണ കാര്യമാണ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു പരസ്യമാണ് എന്ന് കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് സ്കിപ്പ് അടിച്ച് പോവാതെ ഇതെന്ത് സാധനം എന്നൊന്ന് പരീക്ഷിച്ച് നോക്കി വെക്കുകൊണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റിൽ വന്നൊരു ചീത്ത പറഞ്ഞോളിയും, ഞാൻ ആ കമൻറ്റ് പിൻ ചെയ്ത് വെക്കാം, പിന്നെ തെറി പറഞ്ഞ കമൻറ്റ്. പക്ഷേ നിങ്ങൾക്കിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് വാങ്ങിച്ച് നോക്കി നോക്കും. ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ വന്നിരുന്നപ്പോൾ തന്നെ കുറച്ചൊരു ഇരുട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് വളാഞ്ചേരിക്ക് പോകേണ്ട ദിവസമാണ് കേട്ടോ. നിൻ്റെ പല്ലിൻ്റെ സംഭവങ്ങളൊക്കെ ശരിയാക്കാൻ വളാഞ്ചേരിക്ക് പോകേണ്ട ദിവസമാണ്. അപ്പോൾ കുറച്ച് പണികളുണ്ട്. അവിടെ ഇന്നുമോളിൻ്റെ ചാവടിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോട്ടെ കേട്ടോ. ഇവിടെ നമ്മൾ സായിക്കുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടി ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ദോശയും ചമ്മന്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇന്നുമോൾ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഇന്നുമോൾ സായിക്കുട്ടിക്കൊന്ന് സ്കൂളിൽ പോകാനേ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. കാരണം ഇന്നുമോളും ഞാനും ഇന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇന്നുമോൾക്ക് കോളേജിലേക്ക് പോകേണ്ടത് ഒരു ആവശ്യമുള്ള കാരണം കൊണ്ട് അവളും പുറത്തേക്ക് പോകും, ഞാൻ വളാഞ്ചേരിക്കും പോകും. സായിക്കുട്ടി വലിയ സന്തോഷത്തോടൊന്നും അല്ല സ്കൂളിലേക്ക് പോകുന്നത്. എനിക്ക് പീരീഡ്സ് എപ്പോഴാണ് ആവണത് അപ്പം തന്നെ ഇന്നുമോൾക്കും ആവും കേട്ടോ.
അതങ്ങനെ ആയിരിക്കില്ലേ, വീട്ടിൽ 2 ലേഡീസ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരുമിച്ചായിരിക്കും പീരീഡ്സ് ഉണ്ടാവുക. ഇത് കണ്ടോ, നമ്മൾ പീരീഡ് പാൻറ്റീസ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കൊരു വരയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ശരിക്കും നമുക്കൊരു അണ്ടർവെയർ ഇട്ട് പോകണ ഒരു ഫീലായിരിക്കും കേട്ടോ. അപ്പം എനിക്ക് വളാഞ്ചേരിക്ക് പോണതിൻ്റെ മുമ്പ് കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയതിൻ്റെ മാവ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു. നമുക്ക് ഈ പീരീഡ്സ് ആകുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഇതാണ് ഞാനിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ വെച്ചേക്കുന്ന ചുരിദാർ കേട്ടോ. ഇത് ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് നിങ്ങൾ മുമ്പും കണ്ടിട്ടുണ്ടാവും. നമുക്ക് പിന്നെ പീരീഡ്സ് ആണെന്ന് വിചാരിച്ച് വൈറ്റ് ഡ്രസ്സ് ഇടാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഏകദേശം ഒരു 2:30 മണിക്കാണ് വളാഞ്ചേരിക്ക് എല്ലാ പ്രാവശ്യം പോകാറ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചോറ് കൊണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് കട്ടത്തൈര്, ചെറിയ ഉള്ളി, ഉപ്പ്, പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ ചോറുണ്ടാവില്ലേ, സാധാരണ ചോറിൻ്റെ കൂട്ടത്തിൽ അത് ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പോരാത്തതിന് നല്ല ഹെൽത്തി ആണല്ലോ തൈര് കൂട്ടി ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചുരിദാർ മാറ്റിയിട്ട് വേറൊരു കറുപ്പ് ചുരിദാർ ഇട്ടാലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ചുരിദാറൊക്കെ ഒന്ന് ഇട്ട് നോക്കി നോക്കി കേട്ടോ. പക്ഷെ അത് ഭയങ്കരമായിട്ട് നിലത്തടിക്കുന്നുണ്ട്. അപ്പോൾ അതിട്ടിട്ട് ബസ്സിൽ പോകാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് മാറ്റിയിട്ട് വീണ്ടും നമ്മളെ ആദ്യമായിട്ട് ചുരിദാർ തന്നെ ഇട്ടു. ഇതാവുമ്പോൾ നമുക്ക് നിലത്തൊന്നും അടിക്കില്ല. അപ്പോൾ ഈസി ആയിട്ട് ബസ്സിലൊക്കെ കയറിയിട്ട് യാത്ര ചെയ്യാൻ സുഖമാണ്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി വളാഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ പല്ലിൻ്റെ ക്ലിപ്പ് ശരിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ മാസത്തിൽ 2ാമത്തെ വ്യാഴാഴ്ച എന്നും എല്ലാ പ്രാവശ്യം വളാഞ്ചേരിക്ക് വരും. ഞാൻ എൻ്റെ പല്ലിൽ ക്ലിപ്പ് ഇട്ടതിൻ്റെ അടുത്ത മാസമാണ് നമ്മൾ പെരിന്തൽമണ്ണയ്ക്ക് താമസം മാറ്റിയത് കേട്ടോ. പിന്നെ ഇവിടുന്ന് മാറ്റാനും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഇപ്രാവശ്യം പീരീഡ്സ് ആയതിൻ്റെ ഒരു ഇടങ്ങറും ഉണ്ട് കേട്ടോ. ഇച്ചിരി ബാക്ക് പെയിനും കാലുവേദനയൊക്കെ ഉണ്ട്. എന്നാലും സാരല്ല, നമ്മൾ പീരീഡ് പാൻറ്റീസ് യൂസാക്കിയ കാരണം കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് എത്ര ഹെവി ഫ്ലോ ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്കിത് ഒട്ടും ലീക്കേജ് ഉണ്ടാവത്തില്ല കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ഇതാ ഈ ഒരു അലാസ്റ്റിക് ഉണ്ടല്ലോ, അത് കാരണം കൊണ്ട് നമുക്ക് ലീക്കേജിൻ്റെ ഒരു ടെൻഷനും നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമ്മൾ വലിയൊരു ഗ്ലാസ്സിൽ കുറച്ച് ഉജാല വെള്ളം കലക്കി കൊടുത്തിട്ടുണ്ട്. പണ്ട് നമ്മളിത് പരസ്യം കാണുമ്പോൾ ഇത് എന്താണെന്ന് അന്ന് ഒറ്റ ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്ന പോലെ ഞാനും കുറച്ച് ഉജാല വെള്ളമൊക്കെ കലക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു നോക്കാം. വലിയൊരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ്സോളം വെള്ളം ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ പുറത്തേക്ക് യാതൊരു തരത്തിലും ഒരു ലീക്കേജും വരത്തില്ല. ഇനി നമുക്കിതിൻ്റെ അകത്തെ കാര്യം നോക്കാം കേട്ടോ. നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. 1 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇതാ ഒരു വെള്ള ഷാൾ എടുത്തിട്ട് ഇതുപോലെ അമർത്തി നോക്കിയിട്ടും തുള്ളി പോലും വെള്ളം ഈ ഒരു ഷാളിൽ ആയില്ല കേട്ടോ. ഇത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം. കാരണം നല്ല ഡ്രൈ ആയിട്ടാണ് ആ പാഡ് ഇരുന്നത്. എന്തായാലും ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച അത്രയൊന്നും ഹെവി ഫ്ലോ ആർക്കും ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്കിത് പ്രൊട്ടക്ഷൻ തരുന്നില്ല കാര്യത്തിലൊരു സംശയമല്ല കേട്ടോ. പിന്നെ നമ്മളവിടുന്ന് പല്ലൊക്കെ ശരിയാക്കിയിട്ട് നമ്മൾ നേരെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ടോ. ഞാനിവിടെ ഉപ്പാനെ കാണുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പം അന്ന് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബസ്സിൽ കയറിയിട്ട് പഠിച്ചോനെ, ബസ് എന്തൊരു പാച്ചിലായിരുന്നു. എൻ്റെ കയ്യിൽ ഇയർഫോണൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിട്ടിട്ട് പാട്ട് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ ആകെ പേടിച്ച് വിറച്ചിട്ടാണ് ഈ ഇരിക്കുന്നത്. കാരണം ബസ് വല്ല റോക്കറ്റ് വിട്ട പോലെയാണ് പോകുന്നത്. അവസാനം ഞാൻ ബസ്സിൻ്റെ കണ്ടക്ടറോട് പറഞ്ഞു, ബസ്സിൻ്റെ സ്പീഡ് ഒന്ന് കുറയ്ക്ക് ചേട്ടാ, എനിക്ക് പേടിയായിട്ട് വയ്യാന്ന് കേട്ടോ. അങ്ങനെ ബസ്സിൻ്റെ സ്പീഡ് അവർ കുറച്ചു. ഈ അങ്ങാടിപ്പുറം പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ഇത് നമ്മുടെ സായിക്കുട്ടിൻ്റെ സ്കൂൾ തരകൻസ്. അങ്ങനെ നമ്മളൊരു ഏകദേശം ഒരു 6-6:30-7 മണിയായി നമ്മളിവിടെ പെരിന്തൽമണ്ണ സ്റ്റാൻഡിലെത്തിയപ്പോൾ കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് എത്താനായപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ക്ഷീണവും ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എവിടെ പോയി വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സായിക്കുട്ടി നമുക്കൊരു ഗ്ലാസ് വെള്ളം കൊടുന്ന് തരും കേട്ടോ. അപ്പോൾ അവന് തന്ന വെള്ളം ഒക്കെ ഒന്ന് കുടിച്ച് കൈയും കാലൊക്കെ ഒന്ന് കഴുകി ആദ്യം നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ടാവാം ഇനി മേല് കഴുകരുതെന്ന് വിചാരിച്ചു. കാരണം രാവിലെ തൈരും ചോറും മാത്രം കഴിച്ചിട്ട് പോയതല്ലേ. അപ്പോൾ പിന്നെ രാവിലെ ഞാൻ കുറച്ച് ഉലുവ വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ കൈയും കാലും ഒക്കെ വേദനിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉലുവ വിളയിച്ചത് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു 2 വിസിൽ അടിക്കാൻ വേണ്ടിയിട്ട് കാത്തു വെച്ചിട്ടുണ്ട്. സായിക്കുട്ടിയോട് നിന്ന് പഠിക്കുന്നുണ്ട്. ഞാനൊന്ന് ഇനി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മൾ കുളിച്ച് ഭയങ്കര ആശ്വാസം. നമ്മൾ പുറത്ത് പോയി വന്നിട്ട് മേല് കഴുകിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ആശ്വാസമായിരിക്കുമല്ലോ. അങ്ങനെ അപ്പോൾ നമുക്ക് ഉലുവ വിളയിച്ചത് ബാക്കി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മളൊരു 3 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉലുവ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കൈ കൊണ്ട് ഉടക്കണം, കയ്യിൽ കൊണ്ട് ഉടക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഡ്രിൻ 2-3 പ്രാവശ്യം ഒന്ന് ചൊല്ലിപ്പിച്ചു കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും ആക്കാനും നിന്നില്ല, ഒരൊറ്റ പാലുണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് മിക്സിയിൽ തന്നെ ആ പാൽ ഒന്നും കൂടി അടിച്ചു. പിന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ശർക്കരപ്പാനി നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഈ ഉലുവ ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി തേങ്ങൻ്റെ പാലും കൂടെ ചേർത്തു. എനിക്കിത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവിടെ സായിക്കുട്ടിയും കഴിക്കൂല, ഇന്നുമോളും കഴിക്കൂല. എന്നിട്ട് ഞാൻ നമ്മൾ അടുത്തൊരു ബിന്നിനെ വിളിച്ചിട്ട് നിനക്ക് വേണോടി പറഞ്ഞിട്ട് ഓൾക്ക് കുറച്ച് കൊടുത്തപ്പോൾ ഓൾക്കും ഇഷ്ടപ്പെട്ടില്ല. ഓൾക്കും ഇതിൻ്റെ കയ്പ്പല്ലേ എന്ന് പറഞ്ഞിട്ട് കുടിച്ചില്ല. പക്ഷേ ഇത് ഭയങ്കര ഹെൽത്തിയാണ്. നമ്മൾ മറ്റേ പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടികൾക്കും പിന്നെ നമ്മൾ പീരീഡ്സ് ആയ പെൺകുട്ടികൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണല്ലോ ഇത്. എല്ലാവർക്കും ഇഷ്ടമില്ലാത്തവരുള്ളവരൊക്കെ ഒന്ന് കഴിച്ചു നോക്കൂ. ഹെൽത്തി ഒരു സാധനമല്ലേ. അങ്ങനെ പിന്നെ രാത്രിയൊക്കെ ആയി ഇന്നുമോളൊന്ന് മേലെഴുകാൻ വേണ്ടി പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് തന്നെ ആയിരിക്കും ഇന്നുമോൾക്കും ഉണ്ടാവുക. പക്ഷേ 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴാണല്ലോ നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ ഏറ്റവും പ്രയാസം. കാരണം ഈ ലീക്കേജ് വരുമോ എന്നുള്ള പേടി കാരണം കൊണ്ട് ഉറക്കം പലപ്പോഴും നമുക്ക് ശരിയാവില്ല. പക്ഷേ എവർഗ്രീൻ്റെ പീരീഡ് കെയർ ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റീസ് ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേടിയില്ലാണ്ട് ഉറങ്ങാം കേട്ടോ. കാരണം ഇത് ഒട്ടും ലീക്കേജ് വരത്തില്ല. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നിങ്ങളത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി നോക്കൂ. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.